ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു കൂണും അണ്ടിപ്പരിപ്പും ഇട്ടൊരു അട്ടിപ്പൊളി തീയലാണ്. തീയൽ എന്ന് വെച്ചാൽ അന്യായ ടേസ്റ്റ് ആയിരിക്കും ഈ കൂണും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് തീയൽ വെക്കുമ്പം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് 200 ഗ്രാം കൂൺ എടുത്തേക്കാണ്. 95 രൂപയുള്ളൂ മാർക്കറ്റിൽ ഇതിന് വില. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം കൂൺ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് നല്ലോണം വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ കൂൺ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൽ ഉണ്ടാക്കാനെ കൊണ്ട് ആദ്യമേ കുറച്ച് തേങ്ങ വറക്കണം. ഞാനിപ്പോൾ ഒരു 1.5 മുറി തേങ്ങ എടുത്ത് വറക്കാനെ കൊണ്ട് ചിരികെ എടുത്തേക്കാണ്. നമുക്കിത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ വറക്കുമ്പം അടിക്ക് പിടിക്കാതെ ശ്രദ്ധിച്ചോണം. ഞാൻ ഇപ്പോൾ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഫ്ലെയിമൊക്കെ ശ്രദ്ധിച്ച് വേണം തേങ്ങ വറുത്തെടുക്കാനെ കൊണ്ട്. ഇത് അടിക്ക് പിടിക്കാതെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. നല്ലോണം നല്ലൊരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മസാല ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട്. നമുക്കിതിനകത്തോട്ട് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കൂടെ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാനിപ്പം 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഫ്ലെയിം ശ്രദ്ധിച്ചോണം. നമുക്ക് കുറച്ച് ഒരു പിഞ്ച് ഉലുവാപ്പൊടിയാണിത്. ഉലുവാപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ല, ഒരു പിഞ്ച്, ഒരു നുള്ള് അത്രയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്. അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ മെയിൻ ഐറ്റമാണ് ഇതിനകത്തെ നമ്മുടെ കൊറിയാണ്ടർ പൗഡർ, അതായത് നമ്മുടെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ നമ്മുടെ പൊടി വകകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നല്ലോണം ഇതൊന്ന് മൂക്കണം. കരിയരുത്, മൂത്താൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തണുപ്പിക്കാം. ഇനിയിപ്പം ഫ്ലെയിം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 അണ്ടിപ്പരിപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഇത് തണുത്തിട്ട് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. തീയലുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുവറക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കടുകാണ് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഒരെണ്ണം അരിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളക് എടുത്ത് അരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 4-5 എണ്ണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി നമ്മുടെ വറ്റൽമുളകൊക്കെ അതേ മൂത്ത് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് 4 തേങ്ങാപ്പൂൾ എടുത്ത് കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊരു 20 എണ്ണം ഇട്ട് കൊടുക്കാം. നടുക്കൂടെ പൊളത്തിയതാണ് കൊച്ചുള്ളി, 20 എണ്ണം എടുത്തതാണ്. കൊച്ചുള്ളി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 7 എണ്ണം എടുത്തതാണ്, അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മുടെ കൊച്ചുള്ളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്.
അപ്പോൾ നമ്മൾ കൊച്ചുള്ളി എല്ലാം നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മഷ്റൂം, കുമിൾ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് കുമിളിട്ടിട്ട് നല്ലോണം ഇളക്കണം, ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലത്ത് ഇഷ്ടം പോലെ കുമ്മിൾ പൊടിയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല, വളരെ റെയറായിട്ടേ കുമ്മിളൊക്കെ അയ്യത്തൊക്കെ മഴക്കാലത്ത് പൊടിയുന്നത് കാണുന്നുള്ളൂ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഇളക്കണം. അരപ്പൊഴിച്ച് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി. ഇനി കുറച്ച് വെള്ളം, അതായത് നമ്മുടെ അരപ്പ് എടുത്ത പാത്രം ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വലിയ ബൗളിന് 1/2 ബൗൾ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ. അരപ്പ് പാത്രവും കൂടി ആയതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചത്. അപ്പം അരപ്പൊഴിച്ചിട്ട് നല്ലോണം നമ്മൾ ഇളക്കി. ആൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മളിട്ടത്. നമ്മുടെ ഈ മഷ്റൂമിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ നമ്മുടെ കൂൺ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കശുവണ്ടി, ഞാനൊരു 7-8 കശുവണ്ടി എടുത്തിട്ടുള്ളൂ. കശുവണ്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ആൾറെഡി അരപ്പ് അരയ്ക്കുന്ന സമയത്ത് കശുവണ്ടി പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ കുറച്ച് സമയം, ഒരു 4 മിനിറ്റ് സമയം മതി. ഇതൊന്ന് അടച്ച് വെച്ച് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കൂൺ തീയൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. തുറന്ന് നോക്കാം. ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇത് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കണം, അടുക്കി പിടിക്കാതെ നോക്കിക്കോണം. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുകയാണ് നമ്മുടെ കൂൺ കറി. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂണും അണ്ടിപ്പരിപ്പും ഇട്ട തീയൽ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരുന്നിടം വരെ ബൈ ബൈ.